I am Dr. Sinu, consultant psychologist and Ayurvedic physician, അയോധ്യ ആയുർവേദിക് സെൻറ്റർ, മതിലകം, പള്ളിവളവ്. നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഈ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എക്സർസൈസ്. ഈ എക്സർസൈസ് നമ്മൾ ആയുർവേദത്തിലെ എക്സർസൈസിന് കൃത്യമായിട്ടുള്ള ഒരു പരിധി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പകുതി എനർജിയാണ് നമ്മൾ എക്സർസൈസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അർത്ഥശക്തിയാ നിഷേവ്യസ്തു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആരോഗ്യത്തിൻ്റെ ഒരു പകുതി, അതിനപ്പുറത്തേക്ക് നമ്മുടെ ശരീരം എക്സോസ്റ്റഡ് ആയി പോകുന്ന രീതിയിലേക്ക് ഒരു എക്സർസൈസിൻ്റെ ആവശ്യമില്ല. പക്ഷെ ചെയ്യുന്ന എക്സർസൈസ് റെഗുലർ ആയിട്ട് ഡെയിലി എന്നുള്ള രീതിയിൽ ചെയ്തു പോകണം. അത് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരിക്കുന്ന സമയത്താണ് ചെയ്യുന്നത്. വയറ് നിറച്ച് കഴിച്ചിട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ ചിലവർ ജിമ്മിലൊക്കെ, ഇപ്പം കോമൺ ആയിട്ട് എല്ലാവരും ജിമ്മിൽ പോകുന്നുണ്ട്, പുരുഷന്മാരും സ്ത്രീകളും പോകുന്നുണ്ട്. ഇതിൽ ജിമ്മിൽ പോകുമ്പോൾ പ്രധാനമായിട്ട് വളരെ മെലിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മസിൽ ബൾക്ക് കുറവായിരിക്കും. അവർ ഹെവി എക്സർസൈസിലേക്ക് പോകുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മസിൽ ബൾക്ക് ഫോർമേഷന് ഒരു പരിധിയുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ പേഷ്യൻസ് വരാറുണ്ട്. കാരണം നമ്മൾ ചെറിയ ആയിട്ട് ശരീരമുള്ള ആൾ മസിൽ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ആൾക്ക് ജോയിൻറ്റ് പ്രോബ്ലംസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അവരുടെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ട്, അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള വെയ്റ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ അത് ബോഡിക്ക് ഗുണകരമായിട്ട് വരുള്ളൂ. ഈ ഓവർ എക്സസൈസ് തന്നെ നമുക്ക് മരണത്തിനും ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾക്കും ഹാർട്ട് അറ്റാക്കിനും ഒക്കെ കാരണമായിട്ടുണ്ട്. നമുക്ക് ഫിലിം സ്റ്റാർസ് അടക്കം പല ആൾക്കാർക്കും ജിമ്മിൽ വെച്ചിട്ട് തന്നെ ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല ശരീര ബലമുള്ള ആൾക്കാർക്ക് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻസ് എടുത്തിട്ട് ഹെവി വെയ്റ്റ് ലിഫ്റ്റിങ്ങും അതേപോലെയുള്ള മസിൽ ബിൽഡ് ചെയ്യാനുള്ള എക്സസൈസിലേക്കൊക്കെ പോകാവുന്നതാണ്. പൊതുവെ ഒരു പ്രത്യേക ഒരു ഡയറ്റും അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനർജി വേണമെങ്കിൽ നമ്മൾ എന്തായാലും കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കണം. പക്ഷെ കാർബോഹൈഡ്രേറ്റ്, അതായത് റൈസ്, വീറ്റ് പോലെയുള്ള സാധനങ്ങൾ കുറച്ചിട്ട് നമ്മൾ കൂടുതൽ പ്രോട്ടീൻ, അതേപോലെ വെയിറ്റ് റിഡക്ഷൻ ഉള്ളവർ സാലഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ കഴിക്കുന്നതിൽ ഭേദം നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ നമ്മുടെ എക്സസൈസിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സസൈസിൽ കൂടെ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ സ്ത്രീകൾ എത്ര നേരം വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഈ എക്സസൈസിൽ കൂടെയാണ് നമുക്ക് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.